കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന അതെ, ഇത് അപാകത ഇത് തന്നെയാണ്. പ്രോസിക്യൂഷൻ ഇതിനകത്ത് ഈ എവിഡൻസസ് ഒന്നും കൃത്യമായിട്ട് കളക്ട് ചെയ്ത് ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പറ്റിയ അപാകത. അതായത് ആദ്യ കുറ്റപത്രത്തിലെ പ്രതികളെയൊക്കെ ശിക്ഷിക്കാനുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു. യെസ്, അതിന് ശേഷം ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്, അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടുണ്ട്. നിലനിൽക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് കരുതുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അന്തിമ വിധി ആയിട്ടില്ലല്ലോ, നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു. കുറ്റങ്ങളെല്ലാം തെളിഞ്ഞിരിക്കുന്നു. മാർട്ടിൻ ആന്റണി 2ാം പ്രതി, മണികണ്ഠൻ പി 3ാം പ്രതി, വിജീഷ് വി പി 4ാം പ്രതി, വടിവാൾ സലീം എന്ന് പറയുന്ന സലീം എച്ച് 5ാം പ്രതി, പ്രദീപ് എന്ന് പറയുന്ന 6ാം പ്രതി. ഈ വാഹനം അകമ്പടി വന്ന നടിയുടെ വാഹനത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിന് പുറകെ എസ്കോർട്ട് വന്ന പ്രദീപ്, ഈ ഉൾപ്പെടെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അവർക്ക് ഇതുവരെ അവർ ജാമ്യത്തിലായിരുന്നു. അവരുടെ ജാമ്യം കോടതി റദ്ദാക്കുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി 12ാം തീയതി ശിക്ഷ വിധിക്കുന്ന സമയത്ത് അവർ കോടതിയിൽ ഹാജരാകേണ്ടി വരും. അതിനുശേഷം അവരുടെ ഭാഗം കൂടി ദിലീപ് ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക്